ചോദ്യം ചെയ്യുവാനുള്ള ഒന്നാമത്തെ കാരണം ഇത് പാർലമെൻറ്റിൻ്റെ സൂക്ഷ്മ പരിശോധനകൾക്ക് വിധേയമായിട്ടില്ല. കാരണം മണി ബിൽ ആർട്ടിക്കിൾ 110 പ്രകാരം മണി ബിൽ ഒൺലി പ്രസൻറ്റ് ഇൻ ലോക്സഭ. മണി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ മതി. അപ്പോൾ ലോക്സഭ പാസ്സാക്കിയാൽ മണി ബില്ല് പാസ്സായി. ഓക്കെ, രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വിട്ടാൽ അവരുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കേണ്ട കാര്യമില്ല മണി ബില്ലിന്. അതുകൊണ്ട് കുതന്ത്രം എന്ന് വേണം പറയാൻ. കുതന്ത്രത്തിൽ ഈ ബില്ല് പാസ്സാക്കിയെടുത്തു ലോക്സഭയിൽ. ഇത് തന്നെ തെറ്റ്, ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി. അത് ന്യായമായ പറച്ചിൽ. അപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് പറയാനുള്ള പ്രധാന കാരണം പാർലമെൻറ്റിൻ്റെ സൂക്ഷ്മ പരിശോധനയെ തടുക്കുന്ന ആർട്ടിക്കിൾ 110 അനുച്ഛേദം 110 പ്രകാരം ഇത് മണി ബില്ലായി അവതരിപ്പിച്ചതാണ്.